നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെങ്ങും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 19-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ആരാണ് നമ്മെ ആദ്യമായി സ്നേഹിച്ചത്? നിത്യമായി സ്നേഹിച്ചത് പിതാവാം ദൈവം. ആരിൽ കൂടെയാണ് ആ സ്നേഹം പ്രകടമാക്കിയത്? തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിനെ സഹായനായി തന്നതിലൂടെ. ദൈവ സ്നേഹത്തെക്കുറിച്ചും മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതിലൊരു പ്രധാന ഭാഗമാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, മനുഷ്യൻ്റെ സ്നേഹമുണ്ട്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നാം ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യരായി നമ്മൾ പാർക്കുന്നു, പരസ്പരം സ്നേഹിക്കുന്നു. നാം ദൈവരാജ്യത്തിൽ ജീവിക്കുമ്പോൾ തന്നെ, യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് നാം ദൈവരാജ്യത്തിൻ്റെ മക്കളും അവകാശികളുമായി മാറിയിരിക്കുമ്പോൾ തന്നെ നാം ഇന്ത്യൻ മഹാരാജ്യത്തിൽ, ഇന്ത്യ രാജ്യത്തിലായിരിക്കുന്നവർ ഇന്ത്യയുടെ രാജ്യത്തിലെ അംഗങ്ങളായി മാറും. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതവും ദൈവത്തിൻ്റെ ലോകത്തിൻ്റെ ജീവിതവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോവാണ് ദൈവമക്കൾ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ സ്നേഹവും എന്നുവെച്ചാൽ നമ്മൾ ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവരല്ല, നിത്യരാജ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല, ഈ ലോകത്തിലും ദൈവസ്നേഹം ഉള്ളവരായി ജീവിക്കുന്നവരാണ് ദൈവമക്കൾ. അതാണ് ദൈവം നമ്മെ പഠിപ്പിച്ച സ്നേഹം. ഇവിടെ പറയാണ്, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, സഭയിലുള്ള ആളുകൾ തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെ നമ്മൾ ഓഫീസിലാണെങ്കിൽ അവിടെ ഒരു സ്നേഹബന്ധം ആവശ്യമാണ്. തമ്മിൽ സ്നേഹിക്കാനാണ് ഈ ഭാഗം ആഹ്വാനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. എന്നിട്ട് പറയണം, സ്നേഹം എവിടെ നിന്നാണ് വരുന്നത്? സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് പറയണം, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ഒരാൾ സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം അദ്ദേഹം ദൈവത്തിൽ നിന്ന് ജന്മം പ്രാപിച്ചു എന്നാണ്. എന്നിട്ട് വേണം ദൈവത്തെ അറിയുകയും ചെയ്യും. എന്നിട്ട് പറയണം, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ആരെങ്കിലും സ്നേഹിക്കുന്നില്ലെങ്കിൽ അവരെ ഒന്നും പറയണ്ട, അവർക്ക് ദൈവത്തെ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. കാര്യം ദൈവം സ്നേഹം തന്നെയാണ്. എന്നിട്ട് പറയണം, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമാണ്. ഈ സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞു നടക്കാനല്ല, നാം ജീവിതത്തിൽ സ്നേഹം പ്രത്യക്ഷമാക്കണം, പ്രകടമാക്കണം. ചിലർ സ്നേഹം പ്രകടമാക്കുന്നതിൽ ചില പിതാക്കന്മാരൊക്കെ ഒത്തിരി പുറയിലാണ്. എന്നാലും ദൈവവചനം പറയാം, സ്നേഹം പ്രകടമാക്കുന്നു. പിതാവാം ദൈവം
അതാണ് നമുക്ക് മാതൃക. പിതാവാം ദൈവം സ്നേഹം നമ്മളോടുള്ള സ്നേഹം പ്രകടമാക്കി എങ്ങനെയാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അങ്ങനെ പ്രകടമായി. എന്നുവെച്ചാൽ യേശു കാൽവറി യാഗമായതിലൂടെ പിതാവാം ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നാം തിരിച്ചറിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചതാണ് സാക്ഷാൽ സ്നേഹം. എന്നിട്ട് പറയാം, പ്രിയമുള്ളവരെ, ദൈവം ഇങ്ങനെ നമ്മെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകും. ദൈവം നമ്മെ ഇങ്ങനെയാണ് സ്നേഹിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മൾ വാസ്തവമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. എന്നിട്ട് പറഞ്ഞാൽ, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷെ ദൈവത്തെ എങ്ങനെ കാണാൻ കഴിയും? പറയണം, നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞും ഇരിക്കുന്നു. എന്നിട്ട് പറയണം, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട സാക്ഷ്യം പറയുന്നു. എന്നിട്ട് പറയണം, യേശു ദൈവപുത്രനെ സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. എന്നിട്ട് പറയണം, ഇങ്ങനെ ദൈവത്തെ നമ്മോടുള്ള സ്നേഹം നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. എന്നിട്ട് പറയണം, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ഒരാൾ സ്നേഹത്തിലാണ് വസിക്കുന്നെങ്കിൽ അദ്ദേഹം ദൈവത്തിലാണ് വസിക്കുന്നത്. എന്നിട്ട് പറയാണ്, ദൈവം അവനിലും വസിക്കുന്നു. എന്നിട്ട് പറയണേ, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ നാമും ഈ ലോകത്തിലിരിക്കുന്നു. പിതാവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ നാമും ഇരിക്കണം. യേശു ക്രിസ്തു അവസാനത്തോളം തൻ്റെ കൂടെ നിന്നവരെ സ്നേഹിക്കുക ചെയ്ത്, അതുപോലെ ആയിരിക്കണം നാമും. എന്നിട്ട് സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. എന്നിട്ടാണ് പറയുന്നത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നാം സ്നേഹിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ പിതാവ് നമ്മെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നാമും സ്നേഹിക്കും. എന്നിട്ട് പറയണം, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാം. യേശു ക്രിസ്തുവിലൂടെ പിതാവ് നമ്മെ സ്നേഹിച്ചതുപോലെ ദൈവം നമുക്ക് ജീവിതത്തിൽ തന്നിരിക്കുന്ന സഹയാത്രികരെ, കൂടെ നിൽക്കുന്നവരെ, കുടുംബത്തിലുള്ളവരെ, പ്രിയപ്പെട്ടവരെ നമുക്കും സ്നേഹിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവിടുന്ന് ഞങ്ങളെ ആദ്യമായി അപ്പൻ ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. പുത്രനാം യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് പകരമായി കാൽവറി യാഗമാക്കി ഞങ്ങൾക്ക് നിത്യജീവൻ തന്നതിനായി സ്തോത്രം. മക്കളും അവകാശികളുമാക്കി തീർത്തതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഒറ്റ മനസ്സോടെ അവിടുത്തെ സന്നിധിയിൽ വരുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. സ്നേഹമില്ലാത്ത വ്യക്തിജീവിതങ്ങളിൽ, ഭവനങ്ങളിൽ ദൈവീയ സ്നേഹം ഈ നിമിഷം വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ